ഹായ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്നാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി എന്താണെന്നും അതിന്റെ പ്രൂഫും പഠിച്ചു. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ദെൻ എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. അപ്പം ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൽ ഓഫ് ഇ റേസ് ടു 2t into t cube. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ എപ്പോഴാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിക്കാൻ പറ്റുക? ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷന്റെ ഉള്ളിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉള്ള കേസിലാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിക്കാൻ പറ്റുക. ഈ കേസിൽ നോക്കൂ, ഈ കേസിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട് e raised to 2t. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ മാറ്റി നിർത്തി ബാക്കിയുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക. ഈ ഒരു കേസിൽ അപ്പം e raised to 2t നെ മാറ്റി നിർത്താം, l of t cube കണ്ടുപിടിക്കാം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഏത് പ്രോബ്ലത്തിലും ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം നിലവിലിപ്പം പവർ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അതായത് l of t raised to n അറിയണം, gamma n plus 1 by s raised to n plus 1. Therefore here n equal to 3, therefore gamma 3 plus 1 by s raised to 3 plus 1, that's equal to gamma 4 by s raised to 4, that's equal to gamma n equal to n minus 1 factorial. Therefore gamma 4 equal to 4 minus 1 factorial, that's equal to 3 factorial, that's equal to 6. അപ്പോൾ ഇതിന്റെ ആൻസർ 6 by s raised to 4. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് പോവാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കിട്ടിയ ആൻസറിൽ എസിന് പകരം s മൈനസ് എ കൊടുത്താൽ നമ്മളെ ഫൈനൽ ആൻസർ ആയി മാറും. നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് അടുക്കുകയാണ്, അതായത് l of e raised to 2t into t cube equal to. അപ്പൊ ആദ്യം എസ് മൈനസ് എ ആരാന്ന് കണ്ടുപിടിക്കണം. ഈ കേസിൽ എ ഈക്വൽ ടു എന്താണ്? എ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ ഇന്റെ പവറിൽ ടീന്റെ ഒപ്പരം ഉള്ള ആള്. ഈ കേസിൽ അപ്പം ഈ 2 ആണ് നമ്മളെ എ, ഇന്റെ പവറിൽ ടീന്റെ ഒപ്പമുള്ള 2 ആണ് എ. അപ്പം എസ് മൈനസ് എ എന്നുള്ളത് എസ് മൈനസ് 2, എസ് മൈനസ് എക്ക് പകരം എസ് മൈനസ് 2 ആണ് ഈ കിട്ടിയ ആൻസറിൽ കൊടുക്കേണ്ടി വരിക. അപ്പൊ നമ്മളെ ഫൈനൽ ആൻസർ 6 by ഇവിടെ ഉള്ള എസ് മൈനസ് എസ് ആണുള്ളത്, എസിന് പകരം എസ് മൈനസ് എ കൊടുക്കുക. ഈ ഒരു കേസിൽ എസ് മൈനസ് 2 കൊടുക്കുക, എസ് മൈനസ് 2 raised to 4. ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. വേറെ ഈ ക്വസ്റ്റ്യൻ തന്നെ മാറ്റാണ്, e raised to 3t ആ കൊടുത്തത് വിചാരിക്കും. അപ്പൊ എ 3 ആണ്, അപ്പൊ ഇവിടെ എന്ത് വരും? എസ് മൈനസ് 3 whole raised to 4 ഡിനോമിനേറ്റർ വരും. ഇവിടെ e raised to 5t ആണെങ്കിൽ എസ് മൈനസ് 5 raised to 4 എന്ന് വരും. അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to minus 2t into sin 3t. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ മാറ്റി നിർത്തി ബാക്കിയുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക, അതായത് l of sin 3t. അപ്പം l of sin 8t ന്റെ ഫോർമുല അറിയണം, a by s square plus a square ആണ്. അപ്പൊ ഈ കേസിൽ a 3 ആയതുകൊണ്ട് a by s square plus a square എന്നുള്ളത് 3 by s square plus 3 square ആയി മാറും, that's equal to 3 by s square plus 9. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് പോകണം, അതായത് l of e raised to minus 2t into sin 3t equal to ഈ കിട്ടിയ ആൻസറിൽ എസിന് പകരം എസ് മൈനസ് എ കൊടുക്കുക. അപ്പൊ ആദ്യം ആരാണ് എസ് മൈനസ് എ എന്ന് കണ്ടുപിടിക്കണം. ഈ ഒരു കേസിൽ എ ആരാണ്? ഇന്റെ പവറിൽ ടീന്റെ ഒപ്പരമുള്ള -2 ആണ് നമ്മളെ എ. അപ്പം എസ് മൈനസ് എ എന്നുള്ളത് എസ് മൈനസ് എക്ക് പകരം -2, അതായത് എസ് പ്ലസ് 2 ആയി മാറും. എസ് മൈനസ് എക്ക് പകരം എസ് പ്ലസ് 2. അപ്പൊ ഈ കിട്ടിയ ആൻസറിൽ എസിനെല്ലാം പകരം എസ് പ്ലസ് 2 കൊടുക്കുക. അപ്പൊ നമ്മൾ ആൻസർ 3 by s plus 2
ഹോൾ സ്ക്വയർ പ്ലസ് 9 ഇതായിരിക്കും നമ്മൾ ആൻസർ. ഈ ഒരു a പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ ഒന്നുകൂടെ നല്ല ആൻസർ കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് e raised to 5t cos 2t. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ മാറ്റി നിർത്താം, ബാക്കിയുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ cos 18 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? s by s square plus a square ആണ്. ഈ കേസിൽ a 2 ആയതുകൊണ്ട് s by s square plus 2 square ആയി മാറും. ദാറ്റ്സ് ഈക്വൽ ടു s by s square plus 4. ഇങ്ങനെ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് പോകുന്നത്. അതായത് L of e raised to 5t into cos 2t equal to ഈ കിട്ടിയ ആൻസറിൽ s ന് പകരം s minus a കൊടുക്കുക. അപ്പൊ ആരാണ് ഈ കേസിൽ a ഈക്വൽ ടു ഈ കേസിൽ 5 ആണ്. അപ്പം s minus a എന്നുള്ളത് s minus 5 ആയി മാറും. അതായത് ഈ s നൊക്കെ പകരം s minus 5 കൊടുക്കുക. അപ്പം s minus 5 by s minus 5ന്റെ സ്ക്വയർ പ്ലസ് 4 ഇങ്ങനെയായിരിക്കും ആൻസർ ഉണ്ടാവുക. നമുക്കൊരു ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ ചെയ്തു നോക്കാം. Laplace transformation of e raised to minus 7t into hyperbolic sine ചെയ്തു നോക്കാം. Sine h of 5t that's equal to first step L of sine h of 5t. ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അറിയണം. ഇതിൽ ഹൈപ്പർബോളിക് സൈൻ്റെ തരണം. സൈൻ h of 18 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ a by s square minus a square. ഈ കേസിൽ a 5 ആയതുകൊണ്ട് 5 by s square minus a square എന്നുള്ളത് 5 square ആയി മാറും. ദാറ്റ്സ് ഈക്വൽ ടു 5 by s square minus 25. അടുത്ത സ്റ്റെപ്പ് ആണ് നമ്മളെ ഫൈനൽ ആൻസർ കിട്ടുക. അതായത് L of e raised to minus 7t into sine h of 5t equal to ഈ കിട്ടിയ ആൻസറിൽ s ന് പകരം s minus a കൊടുക്കുക. അപ്പൊ ഈ ഒരു കേസിൽ a equal to -7 ആണ്. അപ്പം s minus a എന്നുള്ളത് s minus a minus 7 ആണ്. therefore s plus 7 ആയി മാറും. s minus a എന്ന് പറഞ്ഞാൽ s plus 7 ആയി മാറും. ഈ കംപ്ലീറ്റ് s ന് പകരം s plus 7 കൊടുക്കുക. അപ്പൊ നമ്മൾ ആൻസർ 5 by s plus 7 whole square minus 25 ഇതാണ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് അറിയേണ്ടത് എപ്പോഴാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യാന്നാണ് അറിയേണ്ടത്. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഉള്ളിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരികയാണെങ്കിലാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിക്കാൻ പറ്റുക. ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.